പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. ചേലക്കര ജില്ലാ കൃഷിത്തോട്ടത്തിൽ വികസന കുതിപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. MP കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നബാർഡ് RIDF പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായാണ് പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. തൃശൂർ ജില്ലയിലെ പ്രധാന കാർഷിക മേഖലയായ പഴയന്നൂർ ബ്ലോക്കിലെ കർഷകർക്കേറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് കൃഷിത്തോട്ടം നവീകരിച്ചിരിക്കുന്നത്. വിപണന കൌണ്ടർ, ജീവനക്കാർക്കുള്ള ക്വാർട്ടേഴ്സ്, വിത്ത് സംഭരണശാല, ഫാം റോഡ്, ജലസേചനത്തിനായി കുളം, കുഴൽക്കിണർ, തുള്ളിനന സംവിധാനം, ആട്ടിൻകൂട്, കോഴിക്കൂട് തുടങ്ങി 17ഓളം പ്രവൃത്തികളാണ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയത്. ചേലക്കരയിൽ നടന്ന ചടങ്ങിൽ ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുകയും ഭദ്രദീപം കൊളുത്തി പ്രാദേശിക ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഉദ്ഘാടനം നന്നായിട്ട് നടക്കും. പക്ഷേ അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് നോക്കും. നമ്മൾ ഈ എന്താ വെച്ചാൽ ഉദ്ഘാടനം ചെയ്തു പോകും, പിന്നെ അവിടെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ പല ഫാമുകളും തകർന്നത്. ഞാൻ ഫാം വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയായിരുന്നു. ദീർഘകാലം ഫാം വർക്കേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ഫാമുകളുണ്ട്, ഏക്കർ കണക്കിന് ലാൻഡുണ്ട്. അത് തന്നെ കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചു പോയാൽ നമ്മുടെ കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം. ആണോ? ആരും ഇത് സ്റ്റഡി ചെയ്യുന്നില്ല. ഞങ്ങളൊരു കൃത്യമായ സ്റ്റഡി നടത്തി മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതായി ഫാം വർക്കേഴ്സ് യൂണിയൻ. കാരണം ഓരോ ഫാമിനെയും എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം, ആ ലാൻഡ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും, അവിടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിളയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു അവസ്ഥയാണ്. ഫാമിലെ തൊഴിലാളികൾ എൻ്റെ മുമ്പിലിരിക്കും, അല്ലേ, സാരിയെ കൊടുക്കുന്നത് പറഞ്ഞ് കൈയടിച്ചു നന്നായിട്ട്. അപ്പം നമ്മുടെ ഫാം നിലനിർത്തണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടും, വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായി നമ്മുടെ ഫാമുകൾ മാറും. ഫാം എന്തിനാണോ എന്തിനു വേണ്ടിയാണോ സ്ഥാപിച്ചത് ആ പർപ്പസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PI സജിത, മായ ടീച്ചർ, വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ, പഴയന്നൂർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ സജി OS, ഫാം സൂപ്രണ്ട് രേഖ, പ്രിൻസിപ്പൽ, കൃഷി ഓഫീസർ ഇൻചാർജ് മേരി, വിജയ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൃഷിത്തോട്ടത്തിലെ ഉൽപാദന വർധനവിനും കർഷകർക്ക് മികച്ച സേവനം ഉറപ്പാക്കാനും പുതിയ സൗകര്യങ്ങൾ സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. CCV ന്യൂസ്, ചേലക്കര.